ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ ധന്യമായ ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. അവളെ ഞാൻ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കും. അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം അവിടെ വെച്ച് ഞാൻ അവൾക്ക് തിരികെ കൊടുക്കും. മേലിൽ എൻ്റെ ബാല എന്ന് വിളിക്കുകയില്ല, എൻ്റെ പ്രിയതമ എന്ന് വിളിക്കുമെന്ന് ഹോസിയ 2:14 പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വിജാതി കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണ്. എന്നാൽ ഒരു ക്രിസ്ത്യൻ ഒരു മകനാണ് എന്നെ വിവാഹം കഴിച്ചത്. ഞാൻ ഈശോയെ അറിയുന്നില്ല. ഏറെ വൈകിയാണ് ദൈവത്തെ ഞാൻ അറിയുന്നത്. ഒടുവിലാണ് ഉണർന്നത്. കാലാപിറക്കുന്നവരുടെ ഇടയിൽ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. എൻ്റെ ഈ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അത് കാരണം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരെ മാറി നടന്ന് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് എന്നിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് ഇറങ്ങിയ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ അമ്മ 13 വർഷം എന്നോട് മിണ്ടാതിരുന്നു, സ്നേഹിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേർക്ക്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഇടയായി. മാതാവ് എനിക്ക് ഈശോയെ തന്നു. ഞാൻ എൻ്റെ രോഗം മാറി, എൻ്റെ പീഡകൾ മാറി, ഒത്തിരി നന്മകൾ വന്നിട്ടും ഞാൻ ഈശോയെ അറിയാതെ നടന്നു. ഒടുവിൽ ഈശോ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ കഷ്ടതകളും എൻ്റെ സങ്കടങ്ങളും എല്ലാം ദൈവം തന്ന വലിയ വഴി നടത്തലായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. ഈശോയെ അറിഞ്ഞ് എന്നാൽ ഈശോയെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എനിക്കത് ഏറെ സങ്കടമായിരുന്നു. ഞാൻ ഒത്തിരി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈശോ വചന വഴി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. പീഡാനുഭവത്തിന് ശേഷം ഈശോ 40 ദിവസത്തേക്ക് അവരുടെ ഇടയിൽ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്തെന്നാൽ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. അപ്പോസ്തല പ്രവർത്തനം 1:3, 4, 5 വചനമാണ്. ഈ വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോ എന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തിയല്ലോ എന്നുള്ള സമാധാനമായിരുന്നു. നമ്മുടെ മിസ്സിയോ ഗ്രൂപ്പിൽ ഞാൻ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഓരോ കുമ്പസാരത്തെക്കുറിച്ചും ഈശോയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും പാവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും എങ്ങനെ 7 നിത്യസത്യത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് എന്നുള്ള ഈ ക്ലാസ് ഫുള്ളും കേട്ട് കഴിയുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. രണ്ട് ട്രിപ്പ് ഞാൻ ഈ മിസ്സിയോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ ഈശോയെ എനിക്ക് വേണം. ഞാൻ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയോട്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോ പ്ലീസ്, നീ എന്തിനാ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? ഞാൻ നിൻ്റെ കുഞ്ഞല്ലേ, നീ എന്നെ ചേർത്ത് പിടിച്ചല്ലോ. എനിക്ക് എന്തിനാ പിന്നെ ഈ തിരിച്ചറിവ് തന്നത്? വിജാതിയർക്ക് വെളിപാടിൻ്റെ ആത്മാവിനെയാണ് ഞാൻ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തന്നല്ലോ. അപ്പോൾ ഈശോ, നിന്നെ എനിക്ക് വേണം ഈശോ, ഞാൻ നിൻ്റെ കുഞ്ഞായിട്ട് മാറാം ഈശോ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തന്നു. എൻ്റെ ഈ മിസ്സിയോ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിമാരെല്ലാം എന്നോട് എനിക്ക് വേണ്ടി അവർ എൻ്റെ വചനത്തിൻ്റെ അഭിഷേകം ഓർത്തും എൻ്റെ ഈ തീക്ഷ്ണത ഓർത്തും അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ ഗ്രൂപ്പിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലെത്തിയപ്പോൾ ഈ അവസാന നിമിഷം ഞാൻ ഈ വ്യാഴാഴ്ച ഈശോയെ സ്വീകരിക്കുന്ന ഈശോയുടെ കുഞ്ഞായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. ഞാൻ മാമോദിസ മുങ്ങി. എനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തത്ര സന്തോഷം എൻ്റെ ജീവിതത്തെ ദൈവം തന്നു. ഗലാത്യ 1:20 പറയുന്നു, ഇതെല്ലാം ദൈവത്തിൻ്റെ സത്യമാണെന്ന്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. ശരിക്കും ഞാൻ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്ന് നടന്ന ഒരു മകളായിരുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്നാണ് ഈ വചനം എന്നെ പഠിപ്പിക്കുന്നത്. ഗലാത്യ 1:11 തൊട്ടുള്ള വചനം. ശരിക്കും എൻ്റെ ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുക. ഈ മിസ്സിയോ ഗ്രൂപ്പ് നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു ഗ്രൂപ്പായി മാറ്റാൻ ദൈവം തന്നെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. ഈശോയ്ക്ക് ഏറെ നന്ദി പറയുക അല്ലാതെ എനിക്ക് ഈശോയ്ക്ക് എന്നെ പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും തരട്ടെ. ഈ സത്യത്തെ തിരിച്ചറിയാതെ വൈകി ദൂരെ നടക്കുന്ന ആ മക്കളെയും ഓരോ ആത്മാവിനെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന.
എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇവിടെ എൻ്റെ പ്രാർത്ഥന അല്ലെ ഇവിടുന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ഞാൻ ചെവിചായ്ച്ച് കേൾക്കുമെന്ന് അവിടുന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. നന്ദി.